Good morning, dears. നമ്മൾ ഇന്ന് എടുക്കുന്നത് today will be beginning a poem, not exactly the poem but the introduction to the poem, Breaking Silence. This poem is written by Janice Mirikitani, and before going into any kind of details of the poem, Janice Mirikitani is a Japanese American poet. Japanese American poet എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് എക്സ്പ്രഷനാണ്. പ്രോബ്ലമാറ്റിക് എക്സ്പ്രഷൻ ഇൻ ദ സെൻസ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ഹാസ് സെറ്റിൽഡ് ഇൻ അമേരിക്ക ബട്ട് ബൈ ഒറിജിൻ ഷീ ഈസ് ജാപ്പനീസ്. അപ്പോൾ തന്നെ അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ബിലോങ്ങിങ് ദ പാർട്ട് ഓഫ് ആസ് വി യൂഷ്വലി സേ റേസിസം. ആ ഒരു പ്രശ്നം നല്ലപോലെ ഫേസ് ചെയ്തിട്ടുള്ള ഓഥറാണ്. ആൻഡ് ദിസ് particular poem now we are talking about, that is Breaking Silence, is very much reciprocative or reflective of the kind of things that are happening around us today. നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആക്ച്വലി ഈ പോയം എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഇസ് എ ബിഗ് ടോപ്പിക് നൗ, റൈറ്റ്? വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന, സീരിയസ്ലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ് മെൻ്റൽ ഹെൽത്ത് ഓർ ഡിപ്രഷൻ. ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിംഗ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് letting your mind out or bringing in a solution to your problems is equally important like treating your own wound. Physical wound treat ചെയ്യുന്ന അതേ സിഗ്നിഫിക്കൻസോടും അത് ഒരു പക്ഷേ അതിലേക്കാട്ടിലും വേറെ സിഗ്നിഫിക്കൻസോടു കൂടി ട്രീറ്റ് ചെയ്യേണ്ടതാണ് മൈൻഡ്, ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദാറ്റ് ആസ്പെക്ട് ഓഫ് ദ പ്രോബ്ലം ഇസ് ബീങ് indirectly addressed in this poem. അതായത് എങ്ങനെയാണ്, how should we face our problems or how should we deal with our poems, the introductionൻ്റെ problems in the introductionൻ്റെ പാർട്ടായിട്ട് പറയുന്നുണ്ട്. That is very much reflected in the title, right? Breaking Silence എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ടു സ്പീക്ക് ഔട്ട്, ടു ബ്രേക്ക് യുവർ സൈലൻസ് അബൌട്ട് യുവർ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്. ആ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം now we should first introduce ourselves with the poet, that is Janice Mirikitani. Mirikitani is not only a poet but she is a dancer, activist, educator കൂടെയാണ്. She's not only engaged in the process of writing and ഗിവിങ് അവർ ബുക്സ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു മെത്തേഡിൽ മാത്രം ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. ഷീ ഇസ് എ ഡാൻസർ. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്, റൈറ്റ്? സെലിബ്രേറ്റിംഗ് ഓഫ് ലൈഫാണ് ഇൻ എ വേ ഡാൻസ് ആർട്ട് ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റാണ് ആൻഡ് എഡ്യൂക്കേറ്ററാണ്. എഡ്യൂക്കേറ്റർ മീൻസ് ഷീ ഈസ് എ ടീച്ചർ ആസ് വെൽ. അപ്പം അതിനുശേഷം വൺ ഓഫ് ദി തിങ്സ് അബൌട്ട് സോഷ്യൽ ആക്ടിവിസം, ഏത് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സോഷ്യൽ ആക്ടിവിസം ഷീ ഡെഡിക്കേറ്റ് ഹെർസെൽഫ് ടു അഡ്രസ്സിങ് ദ ഹൊറേഴ്സ് ഓഫ് വാർ. ഹൊറേഴ്സ് ഓഫ് വാറിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. വാറിൻ്റെ സമയത്ത് കോമൺ പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഹൊറേഴ്സ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, റെസിപ്രൊക്കേഷനോ അല്ലെങ്കിൽ റിഫ്ലക്ഷനോ ആണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഹൊറർ ഓഫ് വാർ എന്നുള്ളിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഈ പോയം ഡിസ്കസസ് അബൌട്ട് ദ ഹൊറേഴ്സ് ഓഫ് വാർ. ആക്ച്വലി വാർ എത്രത്തോളം കോമൺ പീപ്പിളിനെയും പ്രത്യേകിച്ച് ഇമിഗ്രൻസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും, എത്രത്തോളം ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് ലീഡേഴ്സ് അല്ലെങ്കിൽ ദ നേഷൻസ് ഡീൽ വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി, അവരുടെ സിറ്റിസൺസിനെ പലരെയും പല തട്ടിലായിട്ട് കാണുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഹൊറേഴ്സ് ഓഫ് വാറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. So along with horrors of war, she also speaks about the institution of racism, enslavement of women and poor. അതായത് റേസിസത്തിനെ കുറിച്ച്. So I told in the beginning she will of course talk about racism because she is Japanese in origin. അവരുടെ എന്താ പറയുക, ലുക്ക് തന്നെ, ദ സ്മോൾ ഐസ്, യെല്ലോയിഷ് കളർ ആൻഡ് ദ ബ്ലാക്ക് ഹെയർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി അപ്പിയറൻസ് ഓഫ് അമേരിക്കൻസ്, റൈറ്റ്? അപ്പോൾ അതിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ദ കൈൻഡ് ഓഫ് വേ ഷീ ഈസ് ജഡ്ജ്ഡ് ബൈ ദ സൊസൈറ്റി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എന്താ പറയുക ദ വേ വി എക്സ്പെക്റ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല സൊസൈറ്റി നമ്മളെ കാണുക. നമ്മൾ പ്രത്യേകിച്ച് വേറൊരു നാട്ടിലാകുമ്പോൾ നമ്മൾ അപ്പിയറൻസിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മളെ ജഡ്ജ് ചെയ്യുക, നോട്ട് ബേസ്ഡ് ഓൺ അവർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റീസ് ഓർ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ബേസിലൊന്നുമില്ല. അത് നന്നായി ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവരും അവരുടെ കമ്മ്യൂണിറ്റിയും, അതായത് ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി, വാറിൻ്റെ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും. Then the next thing she addresses about the distinction between men and women, the discretion that is faced by the women in the society. അപ്പോൾ ജസ്റ്റ് ഒരു ഫെമിനിസ്റ്റ് നമുക്ക് അവരെ കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫെമിനിസ്റ്റ് എന്നല്ല, ഫെമിനിസ്റ്റ് നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ബിക്കോസ്
ഷീ അഡ്രസ്സസ് ഓൾ കൈൻഡ് ഓഫ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കാറുണ്ട്, ഇതിനെക്കുറിച്ച് മാത്രമല്ല എന്നുള്ളത് ഒരു പോയിൻ്റാണ്. ഷീ ഓൾസോ അഡ്രസ്സസ് പോവേർട്ടി, അതായത് പുവർ പീപ്പിൾ ഏത് തരത്തിലുള്ള മാർജിനലൈസേഷൻ ആണെങ്കിലും, അത് വിമൻ്റെ ഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും, റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും, സൊസൈറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ബേസിക് ഫിനാൻഷ്യൽ സിറ്റുവേഷന് ബേസിലായിട്ടുള്ള വേർതിരിവാണെങ്കിലും എല്ലാത്തിനെയും അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then she almost wrote 4 collections of poetry and she's still in writing. എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. And the most important point in this slide you have to remember is that she is a poet laureate. Poet laureate ആണ്. സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോയുടെ poet laureate ആയിരുന്നു ഇവർ. Okay, that's a major thing you have to remember. And going back to her birth, she was born in കാലിഫോർണിയയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇൻ ഹർ ഏർലി സ്റ്റേറ്റ് ഓഫ് ഇൻഫൻഹുഡിൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഷീ വാസ് ഇംപ്രിസൺഡ് ഓർ ഇൻകാസറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ് തന്നെ, അടയ്ക്കപ്പെടുക, തുരുങ്കിൽ അടയ്ക്കപ്പെടുക എന്നുള്ള മീനിങ് ആണ് ഇൻകാസറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഷീ വാസ് ഇൻകാസറേറ്റഡ് ആസ് ആൻ ഇൻഫൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡും കൂടെ ആയിട്ടില്ല, ദാറ്റ് ഇസ് 1 year or 2 years rather, അത് ഇൻഫൻഹുഡാണ്. അപ്പോൾ ആ സമയത്ത് അലോങ് വിത്ത് എ ഫാമിലി ഷീ വാസ് ഇംപ്രിസൺഡ് ഇൻ റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടെയാണ് ജാപ്പനീസ് അമേരിക്കൻസിനൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ദേ വെർ ഓൾ കെപ്റ്റ് ദെയർ ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. ആൻഡ് ആഫ്റ്റർ ദിസ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ദേ വെൻറ്റ് ടു ഷിക്കാഗോയിലേക്കാണ് പിന്നെ സെറ്റിൽ ആകുന്നത്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഇൻ ദ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആൻഡ് ആഫ്റ്റർ ഓൾ ദി ടോർച്ചേഴ്സ് ദേ ഗോ ടു ഷിക്കാഗോയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് at that point, the next tragedy comes in her life, that is her parents get divorced. അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് മേ ബി the parents get a better life, but the children always suffer. In very rare cases only children get a better life out of divorce. അപ്പം ആ പ്രോബ്ലം എന്നുള്ളത് was a very important problem that is being faced by Janice Mirikitani. And after the divorce, the next blow was that her mother married very, very quickly after the divorce. That's not an issue, you can remarry, that's not an issue. But the problem is after remarriage, the stepfather എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാനച്ഛനാണ്, started sexually abusing the child almost for a decade. ഒരു 10 വർഷത്തോളം she was staying with her parents, that is her mother and her stepfather. And during this time she faced a lot of troubles, including sexual abuse, emotional isolation. ഇത് ഷെയർ ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ട്രബിളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ സഫർ ചെയ്യുന്ന സമയത്ത് ഷീ ഡിഡൻറ്റ് ഹാവ് എനിബഡി ടു ടെൽ ദാറ്റ് ഷീ വാസ് ഗോയിങ് ത്രൂ ദിസ് problems. And along with that sexual abuse, emotional isolation, and along with that she also faced the problem of poverty. അതായത് ഫിനാൻഷ്യലി ഇവർ ഭയങ്കര പുവർ ആയിട്ടുള്ള സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലിയിലായിരുന്നു ഇവർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. that is in the first 10 years of her life she suffered all problems, all possible problems that could be faced by a child. That is the major thing. That is first ഒരു concentration camp, അതായത് more terrible than jail. And then she gets the problem with her stepfather. Her parents get divorced and mother get remarried. The stepfather issues, sexual abuse, financially sound അല്ല, ഇമോഷണലി ഐസൊലേറ്റഡ് ആയി. ആൻഡ് തിങ്ക്, നിങ്ങൾ അത്തരത്തിൽ സിറ്റുവേഷനിലുള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. വാട്ട് ഡു വി ഹോപ്പ്? ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് പോട്ടെ, സക്സസ് ഇസ് സംതിങ് വെരി റിലേറ്റീവ് ആൻഡ് വി ഡിഫൈൻ അക്കോർഡിംഗ് ടു ദ പേഴ്സൺ. ഓരോ വ്യക്തിപരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള സക്സസ് റേറ്റ് എന്നൊക്കെ പറയുന്ന കാര്യം. പക്ഷേ but in regard to what you mean by positivity in life is something very different. How can such a person be positive in life? ഇത്രയും സഫറിങ്സ് എടുത്തിട്ടുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ലൈഫിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത്? ആൻഡ് all the sufferings are directed in the right way, ശരിയായിട്ടുള്ള റൂട്ടിലേക്ക് മാറ്റുകയും അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഡസ് എ ലോട്ട് ഫോർ ദ സൊസൈറ്റി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും മനസ്സിൽ ആലോചിക്കണം എത്രത്തോളം അവർ സഫർ ചെയ്തിട്ടുണ്ട് ആസ് എ ചൈൽഡ്. അതിന് അവരെന്താ ചെയ്തത്, അതിന് ശേഷം അവർ അതിനെ എന്താക്കി മാറ്റി എന്നുള്ളത് നമ്മൾ ഇറ്റ്സ് അമേസിങ് അങ്ങനെ ഒരു പേഴ്സൺ ആവാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, നൗ ഓൾ ദി ഇമോഷണൽ ട്രോമ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ട്രോമ മീൻസ് ദ ട്രബിൾ. ഓക്കെ, ട്രോമ ഷീ ഫേസ്ഡ് and the distinction she faced, or the what discrimination rather she faced as a Japanese American.
along with the other people of her community. ഇതെല്ലാം കൂടെ കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയോ? It was written into her poetry. Okay, she wrote poetry on the basis of all these kind of sufferings. And how does poetry or books, writing your troubles into books become useful to other people? അതാണ് ഇത് എഴുതി വിട്ടിട്ട് ഇപ്പം എന്താ കാര്യം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. The first thing is that നമ്മൾ ചില സിനിമകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വി സീ സർട്ടൻ ഓർ റീഡ് സം ബുക്സ് ഓർ വാച്ച് സം മൂവീസ് ഓർ ഡോക്യുമെൻ്ററീസ്, വാട്ട് ഇസ് എ പോസിറ്റീവ് കൈൻഡ് ഓഫ് തിങ് ദാറ്റ് ഹാപ്പൻസ്? ദ പോസിറ്റീവ് കൈൻഡ് ഓഫ് തിങ് ദാറ്റ് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾക്ക് ആ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ വി ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ, റിലേറ്റ്, കത്താർസിസ് എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് വി ആർ ഏബിൾ ടു സ്പെൻഡ് ഔട്ട് അവർ ഇമോഷൻസ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി അവിടെ കിടക്കുന്നുണ്ട്. നമ്മളെപ്പോലെ മറ്റാൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വരെ. നമ്മൾ കൂടെ ഒരാളുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ലൈഫിൽ പലപ്പോഴും ഐസൊലേറ്റഡ് ആകുമ്പം ബെസ്റ്റ് തിങ്. ഇപ്പം ഞാൻ മാത്രമല്ല ഇങ്ങനെ എന്ന് ചിന്തിക്കാതിരിക്കാൻ. ബുക്സ് ഹെൽപ്പ് ഇൻ ദാറ്റ്, മൂവീസ് ഹെൽപ്പ് ഇൻ ദാറ്റ്. നമ്മുടെ സിറ്റുവേഷൻ ബാക്കിയുള്ളവർക്കും ഉണ്ട് എന്നുള്ളത്. ദാറ്റ്സ് ദ റെലവൻസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് വാച്ചിങ് മൂവീസ്, ക്രിയേറ്റിംഗ് ആർട്ട് ഇൻ എ വേ ഫോർ ദ സൊസൈറ്റി. അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു പ്രോസസ്സും കൂടിയാണ്. So, in all this trouble, even if she was financially very poor, പല scholarships ഒക്കെ നേടി, she got graduated in a very good university and she got the qualification of becoming a teacher or tutor or an educator. ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് UC ബെർക്ക്ലി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. വൺ ഓഫ് ദ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഇതിന് കൂടെ തന്നെ ഐ ഓൾറെഡി മെൻഷൻഡ്, ഷീ സ്പീക്സ് അബൌട്ട് സ്റ്റീരിയോ ടൈപ്പിംഗ് ഓഫ് വിമൻ. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലൈക്ക് സീയിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൾ ഇൻ ദ സിമിലർ വേ. എല്ലാവരെയും ഒരുപോലെ ഇരിക്കുന്ന മനുഷ്യന്മാരെല്ലാം, അതായത് ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ഒരുപോലെ ഇരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ പറയുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആണുങ്ങളെല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ സ്റ്റീരിയോ ടൈപ്പിംഗ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഇൻ സെയിം വേ ഹിയർ ഷീ സ്പീക്സ് അബൌട്ട് ദ സ്റ്റീരിയോ ടൈപ്പിംഗ് ഓഫ് ഏഷ്യൻ അമേരിക്കൻസ്. അതായത് നേരത്തെ ജാപ്പനീസ് അമേരിക്കൻസ് ആയിരുന്നു, കുറച്ചും കൂടെ ജനറലൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഏഷ്യൻ അമേരിക്കൻസ് എങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുന്നത്? അതല്ലെങ്കിൽ അവരെല്ലാവരെയും ദേ ആർ നോട്ട് ജഡ്ജ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻ്റലക്ട് ദേ ഹാവ്. അവർക്കുള്ള ബുദ്ധിയുടെ ബേസിലല്ല അവരെ ഡിഫൈൻ ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഡിഫൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രിയേറ്റിവിറ്റി, ടാലൻസ് ഓർ എന്താ പറയുക അവരുടെ ബാക്കിയുള്ളവരുടെ ഉള്ള എംപതിയോ അവരുടെ കോൺട്രിബ്യൂഷൻ്റെ ബേസിലല്ല. ഇഫ് ദേ ഹാവ് സ്മോൾ ഐസ്, യെല്ലോയിഷ് കളർ, ബ്ലാക്ക് ഹെയർ, ഷോർട്ട് പീപ്പിൾ ആണെങ്കിൽ ജാപ്പനീസുകാരല്ലേ എന്നുള്ള രീതിയിൽ കാണുന്നത്. അപ്പം നമ്മൾ ടു മേക്ക് ഇറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡബിൾ ഫോർ യു, ഹൗ ഡസ് നോർത്ത് ഇന്ത്യൻസ് സീസ് സൗത്ത് ഇന്ത്യൻസ്? അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് നമ്മളെ കാണുന്നത് ആസ് എൻ എൻറ്റയർ ഗ്രൂപ്പാണ്. ഇപ്പോൾ അവർക്ക് നമ്മൾ ദേ ഡോണ്ട് മൈൻഡ് ഇഫ് യു ആർ തമിലിയൻസ്, തമിഴ്നാട്ടുകാരാണോ കർണാടകക്കാരാണോ, അല്ലെങ്കിൽ ഇഫ് വി ആർ കേരളൈറ്റ്സ്, that doesn't matter for them. They see us as a bulk of people. We are sound in intellect. നല്ല സൗണ്ടാണ്, ഇൻ്റലക്റ്റ് ഭയങ്കര സൗണ്ടായിരിക്കും, നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ബട്ട് വി ആർ നോട്ട് ബ്യൂട്ടിഫുൾ ഇൻ their സെൻസ് ഓഫ് ദ ടേം. വി ഡോണ്ട് ഹാവ് ഗുഡ് ബോഡി. നമ്മളൊരു പ്രത്യേക രീതിയിലാണ് അവർ ഇത് കാണുക. അതുപോലെ തന്നെയാണ് പല ഗ്രൂപ്പിനെയും നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Now, when she was studying, one thing she was a part of, അവർ ഭാഗമായിരുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ she was part of the തേർഡ് വേൾഡ് ലിബറേഷൻ ഫ്രണ്ട്. അതൊരു ഓർഗനൈസേഷനാണ് തേർഡ് വേൾഡിന് വേണ്ടി, അതായത് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ട് കാണുന്ന നേഷൻസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു സംഘടനയാണ്. അല്ല, ഡിസ്റ്റിങ്ക്വിഷ്ഡ് അല്ല, ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് കാണുന്ന ഇന്ത്യ പോലെയുള്ള, ജപ്പാൻ പോലെയുള്ള, അമേരിക്കക്കാർ കണ്ണ് താഴ്ത്തി കാണുന്ന, അല്ലെ താഴെ തട്ടിലാണെന്ന് കണക്കാക്കുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഫ്രണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായിരുന്നു തേർഡ് വേൾഡ് ലിബറേഷൻ ഫ്രണ്ട്. ആൻഡ് ഷീ വാസ് വെരി ആക്റ്റീവ് participator of this thing. And when we go into her literary contributions, അവർ ലിറ്ററേച്ചറിന് നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് the first thing we should remember, her beginning was as an editor. ആദ്യം എഴുതി തുടങ്ങിയതല്ല, she was an editor ആയിട്ടാണ് തുടങ്ങിയത്. എഡിറ്റർ ഓഫ് എ പബ്ലിക്കേഷൻ, ഒരു സീരീസ് ഓഫ് മാഗസിൻ പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്റർ ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. ദാറ്റ് വാസ് കോൾഡ് അയോൺ എന്നാണ് ആ പബ്ലിക്കേഷൻസിന്, ഡോണ്ട് ഫോർഗെറ്റ് അയോൺ എന്നാണ് ആ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസിൻ്റെ പേരുണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ഏഷ്യൻ അമേരിക്കൻ ലിറ്റററി പബ്ലിക്കേഷൻസ് ആയിരുന്നു. അത്
പബ്ലിക്കേഷൻസിൽ ഒന്നായിരുന്നു അയോൺ എന്ന് പറയുന്നത്, ഏഷ്യൻ അമേരിക്കൻ ലിറ്റററി പബ്ലിക്കേഷൻ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആൻഡ് ഷീ വാസ് ദി എഡിറ്റർ ഓഫ് ദാറ്റ് വെൻ ഷീ വാസ് സ്റ്റഡിങ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത് എഡിറ്റ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ അയൂമി എന്നാണ് പേര്. ഓക്കെ, അയൂമി. ഓക്കെ, അയൂമി, അയോൺ ആൻഡ് അയൂമി. ഇറ്റ്സ് വെരി ഈസി ടു റിമെമ്പർ ബിക്കോസ് ഒരു റെസനേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ട് അല്ലേ രണ്ടും തമ്മിൽ, അയോൺ ആൻഡ് അയൂമി. അയൂമി എന്ന് പറയുന്നതും എഗെയിൻ ഇറ്റ്സ് നോട്ട്, വി കെ നോട്ട് കോൾ ദാറ്റ് എ മാഗസിൻ കൈൻഡ് ഓഫ് തിങ്, ഇറ്റ്സ് എൻ ആന്തോളജി. ആന്തോളജി എന്തായിരുന്നു? വി ഹാവ് ഓൾറെഡി സീൻ. ആന്തോളജി ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക്സ്. ഒരുപാട് ഓതേഴ്സിൻ്റെ ഡിഫറെൻറ്റ് വർക്ക്സ് കളക്ട് ചെയ്തിട്ട് ഒരുമിച്ചാക്കുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ പറയുന്ന ആന്തോളജി എന്ന് പറയുന്നത്. മേ ബി ഇറ്റ്സ് കളക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ആൾക്കാരെ മൊത്തം റൈറ്റേഴ്സ് ഓഫ് 20th സെഞ്ച്വറി ഓർ 19th സെഞ്ച്വറി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ തീം, ഒരു പ്രത്യേക തീമിൻ്റെ ബേസിലായിരിക്കാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സിൻ്റെ അതിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വെ ജാപ്പനീസ് അമേരിക്കൻ റൈറ്റേഴ്സ് ആയിരുന്നു ഇവരുണ്ടായിരുന്നത്. അപ്പം ജാപ്പനീസ് അമേരിക്കൻസിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് വർക്കിൻ്റെ എഡിറ്റർ ആയിരുന്നു ആര്? നമ്മുടെ ജാനസ് മിരിക്കത്താനി. ഡോണ്ട് ഫോർഗെറ്റ് ഹെർ നെയിം. ജാനസ് മിരിക്കത്താനി ഇറ്റ്സ് സ്പ്ലിറ്റോ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പേര് ടൈപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ജാനസ് മിരിക്കിത്താനിയാണ്. വെൻ യു സ്പീക്ക് ഇറ്റ് ടുഗെദർ, പക്ഷേ ബി കെയർഫുൾ ഓഫ് ദ സ്പെല്ലിംഗ് ആസ് ഓൾവേസ് ഐ ടെൽ യു. And then next thing, the first book she writes for herself, സ്വന്തമായി എഴുതുന്ന ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയട്രി കളക്ഷൻ ടൈറ്റിൽ 1978 പബ്ലിഷ് ചെയ്യുന്ന അവേക്ക് ഇൻ ദ റിവർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വർക്കായിട്ട് വരുന്നത്. ഡോണ്ട് ഫർഗെറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തിങ് നമ്മൾ ഓർക്കേണ്ടത് മേജർ തിങ് അബൌട്ട് ഹർ ഗ്ലൈഡ് ഫൗണ്ടേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഗ്ലൈഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് ഒന്നും ഇല്ലാത്ത, പൈസ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഓർഗനൈസേഷനാണ്. ഫണ്ടിങ് ഇല്ല എന്നല്ല, ഫണ്ടിങ് ഉണ്ട്, പക്ഷേ ഷീ ഡസൻറ്റ് സീക്ക് എനി കൈൻഡ് ഓഫ് റിട്ടേൺ ഫ്രം ദാറ്റ്. അങ്ങനത്തെ ഒരു ഫൗണ്ടേഷനാണ്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ? ദാറ്റ് വാസ് മെയ്ഡ് ഫോർ ദ മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് സീൻ 100 of times. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, ഓക്കെ, അരികുവൽക്കരിക്കപ്പെട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്താ പറയുക, സാൻ ഫ്രാൻസിസ്കോയിൽ മാർജിനലൈസ്ഡുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഗ്ലൈഡ് ഫൗണ്ടേഷൻ. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവറി കൈൻഡ് ഓഫ് മാർജിനലൈസേഷൻ, മേ ബി ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ റേസിസം, പോവേർട്ടി, എനി കൈൻഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഇൻ സൊസൈറ്റി ആണെങ്കിൽ കൂടി അതിൻ്റെ ബേസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഗ്ലൈഡ് ഫൗണ്ടേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഓർ ദ മേജർ തിങ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഫാസിനേറ്റ് അസ് ഓർ ഇൻഫ്ലുവൻസ് അസ് ഇസ് ദ മേജർ തിങ്. എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് തോന്നിയത് നെക്സ്റ്റ് പോയിൻ്റാണ്. ദാറ്റ് ഇസ് she almost conducted 80 programs she conducted. What kind of 80 programs? അതായത് when we talk about the issues during the time of COVID-19 or എന്തെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന മാനസിക ആഘാതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വി ഓൾവേസ് ടോക്ക് അബൌട്ട്, ഇപ്പോഴെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? വി നീഡ് സമ്മൺ ടു ടോക്ക് ടു, വി നീഡ് സമ്മൺ ടു പ്രാക്ടിക്കലി സ്റ്റേ ബൈ അസ്. നമ്മൾക്ക് സംസാരിക്കണം, വി ഷുഡ് ലിസൺ, വി ഷുഡ് ഹിയർ ദം ഔട്ട് എന്നുള്ളതാണ്. ബട്ട് എന്താണ് വെൻ സംവൺ ഗെറ്റ് ഡിപ്രസ്ഡ്? അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രസ്ഡ് ആകുമ്പോൾ വെൻ സംവൺ ഇസ് മെൻ്റലി ഇൽ, അതായത് വിഷമിക്കുക എന്നുള്ളത്. ഐ എം നോട്ട് ടെല്ലിങ് ദി എക്സ്ട്രീം കേസസ് ഓഫ് ഇറ്റ്. മിക്കവാറും ടെൻഷൻ അടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മെൻ്റൽ ഡിപ്രഷൻ വരുന്ന സമയത്തും വേണ്ടത് ദ ഫസ്റ്റ് തിങ് ഇസ് ഓഫ് കോഴ്സ് വി നീഡ് സംവൺ ടു ലിസൺ ടു അസ് ദാറ്റ് വി ട്രസ്റ്റ്. അങ്ങനത്തെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്? The next thing is finding a practical solution for the problem you are facing. അതാണ് വേണ്ടത്. അല്ലാതെ എന്നും സമാധാനിപ്പിക്കാൻ ഒരാൾ, എന്നും എന്താ പറയുക, പോകാനൊരു ഡോക്ടർ ആൻഡ് വി ടേക്ക് എ നമ്പർ ഓഫ് മെഡിസിൻസ് എന്നുള്ളതല്ല ഒരു പ്രോബ്ലത്തിൻ്റെ എപ്പോഴത്തെയും സൊല്യൂഷൻ. ദ സൊല്യൂഷൻ ഇസ് ദ യു നീഡ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആൻഡ് മേക്ക് ദം ഇൻഡിപെൻഡൻറ്റ്. അതായത് ആ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തമായ ലൈഫിൽ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഏത് ഡിപ്രഷൻ്റെയും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ പോവേർട്ടി അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊറോണയുടെ സമയത്ത് ടെൻഷൻ ഉണ്ടാവും. ആദ്യമൊക്കെ സമാധാനിപ്പിച്ചതിന് ശേഷം വാട്ട് ഇസ് ദ സൊല്യൂഷൻ ദാറ്റ് ഇസ് ബീങ് നീഡഡ്? ദ സൊല്യൂഷൻ ദാറ്റ് ഇസ് ബീങ് നീഡഡ് ഇസ് ദാറ്റ്
we should give them a job. We should make such kind of changes in the society. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, ദളിതരാണെങ്കിലും അല്ലാത്ത കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കുകയല്ല വേണ്ടത്. വി ഷുഡ് കട്ട് ദ റൂട്ട് ഓഫ് ദാറ്റ് പ്രോബ്ലം. ആ ഡിസ്റ്റിങ്ഷൻ ഇന്ന സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അത് തന്നെയാണ് മെരിക്കത്താനി 80 പ്രോഗ്രാംസിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ട് ഷീ ഡിഡ് വാസ് ദാറ്റ് ഷീ ഡിഡ് ദിസ് 80 പ്രോഗ്രാംസ് to make almost I could say more than 80 families anyway to be free of poverty. അവർക്ക് ഒരു ജോലി കണ്ടെത്തി കൊടുക്കുക, ടു ട്രെയിൻ ദം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ ഒരു ഫണ്ടിന് വേണ്ടി കാത്തു നിൽക്കാതെ, ഒരു ഡൊണേഷന് വേണ്ടി കാത്തു നിൽക്കാതെ, ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലാതെ ജീവിക്കാൻ ഉള്ള ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് അവരെ ട്രെയിൻ ചെയ്യുക, ഗിവ് ദം എ ജോബ്, ടീച്ച് ദം. ആ കാര്യത്തിലേക്കാണ് മെരിക്കത്താനി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. വി ഓൾസോ ഷുഡ് try for that rather than donating so much amount of money to people. It's important. ഒരു ലെവൽ വരെ നമ്മൾ ആൾക്കാർക്ക് ഡൊണേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും the next important thing we have to do is that to train them to be capable enough not to ask any others. വേറെ ആരോടും ചോദിക്കാനില്ലാത്തതിന് അത്രമാത്രം അവരെ capable ആക്കുക എന്നുള്ളതാണ്, capable ആക്കുക എന്നുള്ളതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം. Now the next thing, അച്ചീവ്മെൻറ്റ്സ്. എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് അവർക്ക് നേടിയിട്ടുള്ളത്? ദീസ് സക്സസ്ഫുൾ ഓർ ദ പോസിറ്റീവ് കൈൻഡ് ഓഫ് ട്രാക്ക് ഹിസ്റ്ററി ഷീ ഹാസ് ഷോസ് ദാറ്റ് ഷീ ഹാസ് വൺ എ ന്യൂമറസ് നമ്പർ ഓഫ് അവാർഡ്സ് ഇൻ ഹർ ലൈഫ്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, നോ ഡൗട്ട്, റൈറ്റ്, നത്തിങ് എന്താ പറയുക, നമ്മൾക്ക് അങ്ങനെ ഭയങ്കര ഇതാവാനുള്ള കാര്യമൊന്നുമില്ല. ഷീ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ നമ്പർ ഓഫ് അവാർഡ്സ് ഫോർ ദ കോൺട്രിബ്യൂഷൻ ഷീ ഹാസ് ഡൺ. സോ 40 അവാർഡ്സ് ഇൻ ടോട്ടൽ ആൻഡ് ഓണേഴ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ, ഷീ സ്റ്റിൽ ലിവിങ്. സോ അതുകൊണ്ട് തന്നെ അതിനേക്കാട്ടിലും കൂടുതലായിട്ട് അവാർഡ്സ് സ്റ്റിൽ ഗെറ്റിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ ഇസ് ദാറ്റ് ഫോർ ലിറ്റററി വർക്ക് 2-3 മേജർ അച്ചീവ്മെൻറ്റ്സ്. ഇന്ന് ഞാൻ പോയറ്റ് ലോറിയേറ്റിൻ്റെ സാൻ ഫ്രാൻസിസ്കോ പോയറ്റ് ലോറിയേറ്റ് ആയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നെക്സ്റ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ ഇസ് ദാറ്റ് അമേരിക്കൻ ബുക്ക് ലൈഫ് ടൈം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അമേരിക്കൻ ബുക്ക് ലൈഫ് ടൈം അവാർഡ്, ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. ആൻഡ് ദ സെക്കൻഡ് അച്ചീവ്മെൻറ്റ് യു ഹാവ് ടു റിമെമ്പർ ഇസ് ദാറ്റ് വുമൺ ഓഫ് ദി ഇയർ ഇൻ 1988 വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. when the first one I told മറക്കാതിരിക്കണം എന്ന് പറഞ്ഞത് പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു സാൻ ഫ്രാൻസിസ്കോൻ്റെ. ആൻഡ് മോർ ദാൻ 40 അവാർഡ്സ് ഇൻ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്, സ്റ്റിൽ കൗണ്ടിങ്. And the major books we have to remember is that first one we have already told, her first book Awake in the River ആണ് 1978 poetry collection. Next one is Shedding Silence, We the Dangerous, Love Works. ആൻഡ് ഫൈനൽ വൺ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ റൈറ്റിംഗ് ആണ്. 2014 പബ്ലിഷ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദി ഡസ്റ്റ് ആണ്, ന്യൂ ആൻഡ് സെലക്റ്റഡ് പോയത്തിൻ്റെ കളക്ഷൻ ആയിട്ടുള്ളത്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ ടിൽ നൗ. ആൻഡ് now moving on to the poem we are addressing, that's Breaking Silence. Breaking Silence, as the title indicates, is the first time ബ്രേക്കിംഗ് സൈലൻസ്, ആദ്യമായിട്ട് തുറന്ന് സംസാരിക്കുക ഒരു പ്രശ്നത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ബ്രേക്കിംഗ് സൈലൻസ് എന്ന് പറയുന്നത്. എന്ത് പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. ഹൂ ടോക്സ്? ഷീ ഡസൻ ടോക്ക്, ഇറ്റ്സ് her mother. Her mother is speaking out for the first time about her experiences in the concentration camp during World War II. റോവറിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And the thing is that she was too young. Janice was too young to understand what she was going through. അല്ലേ, 1-2 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ we don't understand what we are going through. We don't understand the severity of what we are going through. അന്ന് പക്ഷേ her mother was a grown-up woman. She was having a child, a husband, a family, and her suffering is unimaginable. പക്ഷേ അന്ന് അവർ അതിനെക്കുറിച്ച് ഒന്നും തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. She didn't talk anything about it. The reason was that there was no use out of talking. നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കും. Why do we don't talk sometimes? Just because we understand that there is no point in talking. വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കില്ല. And this was the thing she was doing. She didn't talk. She talks after a long time. ഒരുപാട് കാലത്തിന് ശേഷമാണ് മകളോട് പോലും ഈ പ്രശ്നത്തിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത്. She talks about isolation. She talks about the kind of എന്താ പറയുക, മാറ്റി നിർത്തലുകൾ ഫേസ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡീഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the way you are dehumanized, like
what do you say? You are not treated like a human. Okay, human na pole treat cheyadirikka. And her brutal experiences that she faced in the concentration camp. Again, of course, imagine sexual ആയിട്ടുള്ളതുണ്ടാവും, mental ആയിട്ടുള്ളതുണ്ടാവും, എല്ലാം kind of without food, clean clothes or clean atmosphere ഒന്നും ആയിരിക്കില്ല. You don't have any proper kind of sanitization. All these issues are being addressed ചെയ്യുക. പിന്നെ അവരുടെ ഡ്രീംസ്, അത്രയും കാലം അവരുടെ ഡ്രീംസ് ക്രഷ് ചെയ്യപ്പെട്ടത് അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. We'll go into the details of the issues one by one in the poem. Okay, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ പറയാം. ആൻഡ് one major thing I already mentioned is that the poem expresses the power of silence. Power of silence. What do you mean by power of silence? നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ഒരുപാട് പറഞ്ഞിട്ടോ അല്ലെ തീരെ പറയാതെ നമ്മൾ ഭയങ്കര സൈലൻ്റ് ആയി പോകുന്ന സമയത്ത് വാട്ട് ഇസ് ദാറ്റ് റിഫ്ലക്ട്? പ്രത്യേകിച്ച് നമ്മളൊരു ഇഷ്യൂവിൻ്റെ നടുവിലാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ്. That shows the amount of frustration you are going through. പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് ആൾക്കാരൊന്നും മിണ്ടാതാവുന്നത്. കുറേ സ്ക്രീം ചെയ്ത് നോക്കും, they'll try to talk, they'll try to express. പക്ഷെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്തിയിട്ട് ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ദാറ്റ് ഷോസ് ദ പീക്ക് ഓഫ് ഫ്രസ്ട്രേഷൻ ഓർ സോറോ. വിഷമത്തിൻ്റെ എക്സ്ട്രീമാണ് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. കുറേയൊക്കെ മിണ്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ. ബട്ട് വി ഷുഡ് ഓൾവേസ് റിമെമ്പർ, വി ഷുഡ് ടോക്ക്. ആരാണേലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കുകയാണ് വേണ്ടത്. ആൻഡ് ഫൈൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് പീപ്പിൾ. അതാണ് നമ്മളെ ടേക്ക് അവേ കേട്ടോ ഈ പാഠത്തുനിന്ന്. സംസാരിക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു ആർ നോട്ട് ദ മോസ്റ്റ് സഫറിങ് പേഴ്സൺ ഇൻ ദ വേൾഡ്. നമ്മളെക്കാട്ടിലും സഫർ ചെയ്യുന്നവരുണ്ട്. നമ്മളെ പ്രശ്നം ചെറുതാണെന്നല്ല. യു ഷുഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് വിത്ത് ഹെൽപ്പ് ഓഫ് സമ്മൺ വി ട്രസ്റ്റ്. അതാണ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത്. ദാറ്റ്സ് എ മെസ്സേജ് ഓഫ് ദ or what the takeaway of the poem. So അപ്പോൾ നമ്മൾ പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന her mother's pain in the concentration camp ആണ്. the kind of discrimination she faced on the basis of color, roots she come from, and also all kind of insults and suffering she had in the concentration camp. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിൽ ബേസിക്കായിട്ട്. ഇറ്റ്സ് എ ബിറ്റ് കൈൻഡ് ഓഫ് ടഫ് പോയം ഐ വുഡ് റാദർ സേ. കാരണം it's a switch between the words of the daughter and mother. അതുമല്ല ഭയങ്കര മെറ്റഫോറിക്കൽ ആയിട്ടുള്ളൊരു പോയാണ്. ആൻഡ് ലോങ് ടു ഇത്തിരി ടഫാണ്. യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ ബേസ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ പോയം ഫസ്റ്റ്. സോ ഹാവ് എ ക്ലിയർ ഐഡിയ. നന്നായിട്ട് ഇൻട്രൊഡക്ഷൻ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ പോയത്തിൻ്റെ ബേസ് ഉണ്ടാവുള്ളൂ. സോ വി ഷുവർ ദറ്റ് you listen to this properly enough. So that's it. In the next class rather, we'll be discussing about in detail the poem. I hope I made it clear for you and any clarifications can be made. Thank you.